എല്ലാ പ്രവാസികൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള ആൾക്കാരാണ്, ആരും വലിയ സുഖമുള്ളവരൊന്നും അല്ല. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. വലിയ ബറക്കത്ത് അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. വലിയ സമാധാനം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. വലിയ സന്തോഷം അവർക്ക് കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു സന്തോഷം നൽകട്ടെ. അവരുടെ മക്കൾക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. പ്രവാസികളെ പറ്റി പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എല്ലാം ഒഴിവാക്കി നാടിനും കുടുംബത്തിനും മക്കൾക്കൊക്കെ വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നൊരു ടീമാണ് അള്ളാഹു എല്ലാം. അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കണമല്ല പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനും, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ. ഇപ്പൊ നല്ല സുഖമാണ്, യൂട്യൂബിൽ ഇങ്ങനെ മറിച്ചാക്കാണ്. എയർപോർട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കയറണവും അടർത്തിയെടുത്ത് കൊണ്ടുപോകണതും അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അറിയാം പ്രവാസിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ആരും ഒരാളും പൂതിയായിട്ട് പോകാറില്ല. പിന്നെ കുടുംബത്തിനെ, മക്കളൊക്കെ ഭാവി ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ നാടും വീടും കുടുംബം ഒഴിവാക്കിയൊക്കെ പോണത്. ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടുകൂടെ അവർ പോകുന്നു. അവരെ പറഞ്ഞേക്കുന്ന ആളുകളും അങ്ങനെ വേദനയോടുകൂടെ. പിന്നെ ദിവസങ്ങളൊക്കെ അങ്ങോട്ട് കഴിയണം മനസ്സൊക്കെ ഒന്ന് തെളിയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പ്രവാസികളും പ്രയാസം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രവാസികൾ ആരും വേദനിപ്പിക്കരുത്. എത്രയോ കരയുന്ന പ്രവാസികൾ എന്റെ മുന്നിൽ വരാറുണ്ട്. ഒരു ദിവസം എന്റെ അടുത്തൊരാൾ വന്നിട്ട്, ഒരു പ്രവാസിയാണ്, എന്താ വെച്ചു, എന്നെ ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ കയറിയ സമയത്ത് എന്നെ പിടിച്ചിട്ട് പൈപ്പിന്റെ മുകളിൽ തലടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു. തലനാരയൊക്കെ എന്തോ ഭാഗ്യത്തിന് വീണ് ടൈൽസുമൊക്കെ പൈപ്പുമോ തട്ടിയില്ലാറ്. പിന്നെ ഒരു ദിവസം ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് അലക്കുകല്ലിന്റെ മുകളിൽ നിന്ന് ഉന്തി തള്ളിയിട്ട് അതിന്റെ മുകളിലേക്ക് തലടിച്ചാൽ പണി തീരുമല്ലോ എന്ന് വിചാരിച്ചു. അതിൽ നിന്നും രക്ഷപ്പെട്ടു. വലിയ വലിയ ഉസ്താദുമാരും സാദാത്തുക്കളൊക്കെ, ഇയാൾ വലിയൊരു രാഷ്ട്രീയ നേതാവാണ്, ഇയാളെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പലരും ഇടപെട്ടു. ആർക്കും എന്റെ ഭാര്യ വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഞാനാണെങ്കിൽ ഒരുപാട് കാലം പല നിലക്കും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ വലിയ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. എന്ത് പ്രവർത്തനം കാഴ്ചവെച്ചാലും ഭാര്യന്റെ മുമ്പിൽ പിടിച്ചെടുക്കാൻ കഴിയാത്ത കുറെ ഹതഭാഗ്യന്മാര്, സാധുക്കൾ. പെണ്ണ് എന്ന് പറഞ്ഞാൽ നന്നായാ വലിയ സംഭവമാണ്, പ്രശ്നമായാലോ ഭീകര സംഭവമാണ്. അള്ളാഹു നമ്മളെ ഭാര്യ, സഹോദരിമാര്, മക്കൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവരൊക്കെ നല്ല രൂപത്തിൽ വളർത്താൻ, ഉയർത്താൻ അള്ളാഹു സർവ ഹിക്മത്തും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ.